നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. എങ്ങനെയൊക്കെ ആ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ സംഭവത്തിന്റെ ആരംഭം എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല. മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് PV അൻവർ. ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ യോഗ്യതയില്ല, പൂർണ്ണ പരാജയം. ആ സൂര്യൻ കെട്ടുപോയി. മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് പൂജ്യമായെന്നും PV അൻവർ. ഒരു റിയാസ് മാത്രം മതിയോ എന്ന് പരിഹാസം. അൻവറിനെതിരെ നടപടി ആലോചിച്ച് CPM. നിയമസഭാ കക്ഷിയിൽ നിന്ന് മാറ്റി നിർത്തും, ഇനിയും പിന്തുണയ്ക്കില്ലെന്നും MV ഗോവിന്ദൻ. അൻവറിന്റെ വാർത്താ സമ്മേളനം കേട്ടില്ലെന്ന് മന്ത്രി റിയാസ്. മുഖ്യമന്ത്രി അൻവർ പോരിനിടെ UDFന്റെ നിർണായക യോഗം. വാതിൽ പൂർണ്ണമായി അടച്ചിട്ടില്ലെന്ന് K മുരളീധരൻ. അൻവറിന്റെ തീരുമാനം വരട്ടെയെന്നും മുരളീധരൻ Q18-ൽ. ഏതായാലും അൻവറിന്റെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ. അതിനുശേഷം കോൺഗ്രസ് പാർട്ടി ആലോചിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ പാർട്ടി ആലോചിക്കാം. പക്ഷേ UDF-ആയിട്ടും കൂടെ ആലോചിക്കണം. മലപ്പുറത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ചിരൂരിൽ നിന്നും കണ്ണീർ കാഴ്ചകൾ. അർജുന്റെ വാഹനത്തിൽ നിന്ന് മൊബൈൽ ഫോണും മകനായി വാങ്ങിയ കളിപ്പാട്ടവും കണ്ടെത്തി. മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. ചെലവ് കർണാടക സർക്കാർ വഹിക്കും. We will make all arrangements till the house. Okay. It is a direction from the government, CM and all these things. We will do that and we will finish it. അർജുനെ യാത്രയാക്കാൻ നാട്. എല്ലാവരോടും നന്ദി പറഞ്ഞ സഹോദരി. നമ്മളെ കൂടെ അന്ന് മുതൽ ഇതുവരെ നിന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ഓർക്കുന്നുണ്ട്. എല്ലാത്തിനും ഉത്തരമായെന്ന് സഹോദരൻ അഭിജിത്ത്. കുടുംബത്തിന് ഒപ്പമുണ്ടെന്ന് ഗീവർഗീസ് മാർ പക്കോമിയോസ്. ഇരവാദം ഉന്നയിച്ച് രക്ഷപ്പെടാൻ സിദ്ദിഖിന്റെ ശ്രമം. താൻ സിനിമാ സംഘടനകളുടെ തർക്കത്തിന്റെ ഇരയെന്ന് സുപ്രീം കോടതിയിൽ ഹർജി. തടസ്സ ഹർജി നൽകി സർക്കാരും അതിജീവിതയും. മൂന്നാം നാളും സിദ്ദിഖിനെ കണ്ടെത്താനാകാതെ പോലീസ്. നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം ഘട്ട വിചാരണ നടപടികൾക്ക് തുടക്കം. പൂരം കലക്കലിൽ ADGPയുടെ റിപ്പോർട്ട് തള്ളി സർക്കാർ. അന്വേഷണം വേണമെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ. വിശ്വാസയോഗ്യമായ റിപ്പോർട്ട് കൊണ്ടുവരണമെന്ന് VS സുനിൽകുമാർ. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നതിനെതിരെ പരാതി. വിശദമായ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് പോർമുഖം തുറന്ന PV അൻവർ MLA. മുഖ്യമന്ത്രി തന്നെ ചതിച്ചു, കള്ളനാക്കാൻ ശ്രമിച്ചുവെന്നും PV അൻവർ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ സംശയ നിഴലിൽ നിർത്തി, അങ്ങേയറ്റം ഡാമേജ് ഉണ്ടാക്കി. അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് PV അൻവർ ആരോപിച്ചു. CPM-ഉം മുഖ്യമന്ത്രിയെ തിരുത്തിയില്ലെന്നും പ്രതിപക്ഷ പാർട്ടിയിലായിരുന്നു എന്നും PV അൻവർ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്താവനയാണ്. അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ല. കാരണം ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ പലതും പറയായിരുന്നു. പക്ഷേ എന്നൊരു കുറ്റവാളിയാക്കുകയാണ്. സ്വാഭാവികമായിട്ടും പാർട്ടി അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റേ വന്നില്ല. എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തുകൊണ്ട് ഞാൻ കാത്തിരുന്നു. ഇന്നലെയാണ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി വരുന്നത്. എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഈ പാർട്ടിയിലായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പാർട്ടിക്ക് നൽകിയ പരാതി എന്ത് നിലപാട് സ്വീകരിക്കും, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് നോക്കട്ടെ എന്നെങ്കിലും അദ്ദേഹം പറയും എന്ന് ഈ പാർട്ടിയോടൊപ്പം 8 വർഷമായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. അത് പാർട്ടിക്ക് തെറ്റിയ കണക്കാണ്. DIC തിരിച്ചു കോൺഗ്രസിൽ പോയതിനു ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ പാർട്ടിയുമായി സഹകരിച്ചാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ എഴുതി വിട്ട് കൊടുത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറിക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികൾ അവർ വായിച്ചിട്ടുണ്ടാവുമല്ലോ.
കേരളത്തിലെ ഒരു ഏറ്റവും സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകന് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന, കോമൺ സെൻസ് ഉള്ള മനസ്സിലാവുന്ന രീതിയിൽ സാധാ ഭാഷയിലാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയെ പിതാവിനെ പോലെ സ്നേഹിച്ചെന്ന PV അൻവർ MLA. അദ്ദേഹം തികഞ്ഞ സെക്യുലറിസ്റ്റ് എന്ന് കരുതി. കത്തിജ്വലിക്കുന്ന സൂര്യനായിരുന്നു മുഖ്യമന്ത്രി. ആ സൂര്യൻ കെട്ടുപോയി. ഗ്രാഫ് 0 PV അൻവർ പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ട് ഏറ്റവും വിശ്വസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ പോയിട്ട് കാര്യങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ ഉള്ളു തുറന്ന് കാര്യങ്ങൾ പറഞ്ഞു. അത് മുഴുവൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് CM-നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആരും CM-നോട് പറയില്ല, ഇനി പറയല്ലാതെ എനിക്ക് നിവൃത്തിയില്ല CM എന്ന് പറഞ്ഞു. 2021 ഈ ഗവൺമെൻറ് രണ്ടാമത്തെ അധികാരത്തിൽ വരുന്നത് CM-ൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണ്. ഞാനടക്കം CM-ൻ്റെ വോട്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. CM നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക്. പക്ഷെ CM അറിയില്ല, ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ. ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്, നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത്. ആ CM-ൻ്റെ ഗ്രാഫ് ആ 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്നത് CM അറിയില്ല. CM ആ 0-ൽ നിന്ന് അത് തിരിച്ചു കയറിയിട്ടുണ്ട്. CM 25-30% കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും CM-നോട് വെറുപ്പാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒത്തുകളിക്കുന്നു എന്ന സൂചനയുമായി PV അൻവർ. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയത്തിലെയും എല്ലാ വലിയ നേതാക്കന്മാരും ഒന്നാണ്. ഒരു നെക്സസ് പ്രവർത്തിക്കുന്നു. ഇതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. അതാണ് പല കേസുകളും തെളിയാത്തതെന്നും PV അൻവർ ആരോപിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, നമ്മൾ ഒരു ഇന്ത്യയിലെ ആധാർ സംസ്ഥാനത്തുണ്ടെന്നാണ്. ഞാനിത് പരിശോധിച്ചു. തമിഴ്നാട്ടിൽ, കർണാടക, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ നമുക്ക് കുറേ ബന്ധങ്ങളുണ്ട്. ഹൈദരാബാദ്, ആന്ധ്ര, ഡൽഹി, നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പം ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ എന്താ പറയുക, നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ വലിയ നേതാക്കന്മാരും ഒന്നാണിത്, ഒറ്റക്കെട്ടാണ്. കേരളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ്. ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇവിടെ അതിപ്രമാദമായ ഒരു കേസും തെളിയപ്പെടില്ല. ജനങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഇപ്പത്തെളിയെന്ന് വിചാരിക്കും. എന്താ തെളിയാത്തത്? ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് രാത്രി ഇവർ ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യൽ കേരള സമൂഹം, പ്രത്യേകിച്ച് യുവാക്കൾ, വളർന്നു വരുന്ന തലമുറ, ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി അതാണ്. ഒരാൾക്കും ഈ വിഷയത്തിൽ അവരുമായി പറയുന്ന നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് ഇവിടെ പല കേസുകളും തെളിഞ്ഞു വരാത്തത്. ആരോപണങ്ങൾ ഉയർത്തുന്ന തന്റെ പിന്നിൽ പടച്ചോനെന്ന് PV അൻവർ MLA. ADGP MR അജിത് കുമാർ കുപ്രസിദ്ധനായ ക്രിമിനലാണ്. തനിക്ക് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രിയെ വിശ്വസിപ്പിച്ചത് അജിത് കുമാറാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് അജിത് കുമാറിന്റെ സ്ക്രിപ്റ്റാണെന്നും PV അൻവർ ആരോപിച്ചു. അജിത് കുമാർ എന്ന് പറയുന്ന ഈ നൊട്ടോറിയസ് ക്രിമിനൽ ഇതിനപ്പുറം ചെയ്യും. അപ്പം അദ്ദേഹമാണ് ഈ CM-ന് ഈ കഥാം സ്റ്റോറി എഴുതി കൊടുത്തത്. അതാണ് CM ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. CM ഒന്ന് മലപ്പുറത്ത് വിളിക്കണ്ടേ പാർട്ടി സെക്രട്ടറിയെ, പാർട്ടിയുമായി ബന്ധപ്പെട്ടവരെ? എന്താണ് ഈ ചങ്ങാതി പറയുന്നതിന് വല്ല കാര്യമുണ്ടോ? പോലീസ് അവിടെ നിൽക്കട്ടെ. അപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിൻ്റെ മുമ്പ് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയണമല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട CM-ന് ഈ പറയുന്ന ADGP അജിത് കുമാർ എഴുതി കൊടുത്ത കഥയും തിരക്കഥയുമാണോ വാസ്തവം? അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പറയല്ലോ പടച്ചോനുണ്ട്. ആരാ നിങ്ങളുടെ പിന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ ആ പടച്ചോനാണ് എന്നെ ഈ വിഷയത്തിൽ സഹായിച്ചത്. കാരണം ഈ 2 പാസഞ്ചേഴ്സും അവരെ കുടുംബമാണ് അവരെ പോയിട്ട് റിസീവ് ചെയ്യുന്നത്. അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമാണ്. ഇവരടക്കാണ് പിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം. നിങ്ങളൊന്ന് വിലയിരുത്ത്. ഈ പറഞ്ഞ ADGP പറഞ്ഞ എല്ലാ നിബന്ധനകളും പാലിച്ച് വളരെ സത്യസന്ധമായി 20% റിവാർഡ് കിട്ടുന്നത് പോലും ഒഴിവാക്കി പോലീസ് എന്താ പറയുക, രാജ്യസ്നേഹം കാണിച്ച് കേസങ്ങനെ പിടിച്ചോണ്ടിരിക്കല്ലേ. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ പരാതിയിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ പരാതി ചവറ്റുകൊട്ടയിലല്ലേ പോകൂ എന്ന് PV അൻവർ. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ 2 അടി കൂടുതൽ കിട്ടും. പാർട്ടി പ്രവർത്തകരുടെ ഈ അവസ്ഥയ്ക്ക് കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ഇനി പ്രതീക്ഷ കോടതിയിലാണെന്നും അൻവർ പറഞ്ഞു. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? P. ശശിയും ഞാനും 10-40 വർഷത്തെ രാഷ്ട്രീയ ബന്ധമുള്ളവരാണ്.
അതുകൊണ്ട് പി ശശിയെക്കുറിച്ച് പറഞ്ഞതിലൊന്നും ഒരു കഴമ്പുമില്ല. പ്രഥമ ദൃഷ്ടിയാ ഇതിലൊരു കഴമ്പുമില്ല അൻവർ തന്ന പരാതിയിൽ. പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പില്ലെങ്കിൽ സാധാരണ നമ്മൾ എന്താ ഒരു പരാതി ചെയ്യുക? നേരെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും. പ്രഥമ ദൃഷ്ടിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് പരിശോധിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ പാർട്ടി ലൈനിന് വിപരീതമായി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ പാർട്ടി ലൈനിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാനോ പറയാനോ അല്ല ഇവിടെ ഇരിക്കുന്നത്. ഈ പാർട്ടിക്ക് ഈ പാർട്ടിയുമായി സഹകരിച്ച് അങ്ങ് തൊട്ടിട്ട് ഈ പാർട്ടിയുമായി അങ്ങേയറ്റം സഹകരിച്ച് പാർട്ടിയിലെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് തന്നെയാണ് ഞാൻ വരുന്നത്. അവരുടെ വികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ സംസ്ഥാനത്ത് ഉന്നയിച്ചത്. പാർട്ടി പ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല. ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള താഴേക്കടയിലെ പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരൻ്റെ ഒരു വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ 2 അടി കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന അവസ്ഥാവിശേഷം കേരളത്തിലുണ്ട്. ഇതിൻ്റെ എല്ലാം മുഴുവൻ ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ എതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. CPM-ൽ നേതാക്കൾക്ക് മിണ്ടാൻ പറ്റാത്ത നിലയാണെന്ന് PV അൻവർ MLA. പാർട്ടി സെക്രട്ടറിക്ക് പോലും അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. MV ഗോവിന്ദൻ മനസ്സുകൊണ്ടല്ല പലതും പറഞ്ഞത്, അദ്ദേഹത്തിന്റെ നിവർത്തികേട് കൊണ്ടാണെന്നും അൻവർ പറഞ്ഞു. പാർട്ടി എന്ന് പറഞ്ഞ് ഇവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഒരഭിപ്രായ സ്വാതന്ത്ര്യവും ഒരു പാർട്ടി നേതാവിനും ഉച്ചരിക്കാൻ കഴിയാത്ത വിധം. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞാണോ? നിങ്ങളൊന്ന് പറ. മനസ്സുകൊണ്ടല്ലല്ലോ പറഞ്ഞത്, നിവൃത്തികേട് കൊണ്ട് പറയാ അല്ലേ? ഗോവിന്ദ മാഷ സ്ഥിതി അതാണെങ്കിൽ ബാക്കിയുള്ള സഖാക്കളുടെ സ്ഥിതി എന്താ? ഇവരുടെ അടിമത്തത്തിന് കീഴ്പ്പെട്ട് നിൽക്കണം. പാർട്ടി സഖാക്കൾ മിണ്ടാൻ പാടില്ല. അതാണ് പാർട്ടി ലൈൻ. ഉന്നതരായ നേതാക്കന്മാർക്ക് എന്ത് അഴിമതി നടത്താം, എന്ത് സ്വജനപക്ഷവും വാദവും നടത്താം, ഒരാളും ചോദിക്കാൻ പാടില്ല. ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ലൈന്? ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ലൈന്? ബഹുമാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർക്ക് ഉത്തരം പറയണം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി PV അൻവർ. തന്നെ കള്ളനാക്കിയും ഭീഷണിപ്പെടുത്തിയും വായടപ്പിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. തനിക്കെതിരെ ഗവർണറുടെ കത്ത് ലഭിച്ചെന്ന് പറഞ്ഞു. ഗവർണർ പറഞ്ഞത് തന്റെ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാണെന്നും അൻവർ പറഞ്ഞു. ഞാൻ പണ്ട് പറഞ്ഞത് എൻ്റെ പിതാവിനെ പോലെയാണ് ഞാൻ. ഇങ്ങനെ ഒരു കൊടുംവഞ്ചനായി നമ്മൾ ചെയ്യും. ആ മക്കൾ തള്ളിപ്പറയും, അതാണ് അവൻ കോൺഗ്രസ് വന്നാണ്, ആ സംസ്കാരം എനിക്കൊരു പ്രശ്നമില്ല, ഇങ്ങനെ ആയിരുന്നില്ല അന്വേഷിക്കേണ്ടത്, ഓക്കെ കറക്റ്റാണ്, പാർട്ടി സംവിധാനതല്ല, അതൊക്കെ നമുക്ക് കേൾക്കാം. അവന് കുറച്ച് മൂപ്പധികാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കും, ഒന്നും പ്രശ്നമില്ല. കള്ളനാണ് അല്ലല്ലല്ലല്ലല്ലല്ല, കള്ളനാക്കാൻ നോക്കിയാൽ പിന്നെന്താണ് ഭീഷണിപ്പെടുത്തുക? എന്താ ഭീഷണി? ഗവർണർ കത്ത് തന്നിട്ടുണ്ട് അൻവറിനെ പറ്റി അല്ലേ? അല്ല ഒരു മിനിറ്റ് ഞാൻ തരാം. ഐ വിൽ ഗിവ് യു ടൈം. നേരം വിളിക്കുന്നവരെ ഇരിക്കാം. ഗവർണർ കത്ത് തന്നിട്ടുണ്ട് അൻവറിനെ പറ്റി അന്വേഷിക്കാൻ. ആ കത്തിന്റെ വിവരം നേരം എനിക്ക് കിട്ടി. അതിൽ ഗവർണർ അൻവറിനെ പറ്റിയല്ല അന്വേഷിക്കാൻ പറഞ്ഞത്, ഗവർണർ അൻവർ ഉന്നയിച്ച ഫോൺ ചോർത്തലിനെ കുറിച്ചാണ് അന്വേഷിക്കാൻ പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചോ? തെറ്റിപ്പോയി, മനസ്സിലായോ? അത് അങ്ങനെ എല്ലാവരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ആ ഒരു കുടുംബത്തിനല്ല ഞാൻ വന്നത്, മനസ്സിലായോ? നിരവധി വ്യക്തികളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത കുടുംബത്തിനാണ്. വർഷക്കണക്കിന് ജയിലിൽ കടന്ന വാപ്പാരും വെള്ളിപ്പാരിൻ്റെ കുടുംബത്തിനാണ്. ആ രക്തമാണ് എൻ്റെ ശരീരത്തിൽ കൂടെ ഓടുന്നത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഊമാച്ചി കാണിച്ചിട്ട് അതിനാരും വരണ്ട. ഞാൻ ഈ ഭൂമിയിൽ കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നതോട്, ഈ ഭൂമിയിൽ PV അൻവർ ആർക്കെങ്കിലും കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദൈവത്തിനും ഈ പാവപ്പെട്ട മനുഷ്യർക്കും ഈ പാർട്ടിക്കാർക്കും മുമ്പിൽ ഞാൻ കീഴ്പ്പെടുള്ളൂ. ഒരു കൊമ്പനും കുത്താനും ഇങ്ങോട്ട് വരണ്ട. മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, കൊമ്പുമായി ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത്. അതിൽ ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിലില്ല. LDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന PV അൻവർ. MLA സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് കിട്ടിയ സ്ഥാനങ്ങളൊന്നും കളയില്ല എന്നായിരുന്നു മറുപടി. ഞാൻ പങ്കെടുക്കില്ല. ഞാനെന്തിനാ പങ്കെടുക്കുന്നത്? ഞാൻ പങ്കെടുക്കില്ല. ഞാൻ പാർലമെന്റ് ഹൗസിലേക്ക് അങ്ങോട്ട് പോവില്ല. നിയമസഭയിൽ എനിക്ക് ഇരിക്കാലോ. കിട്ടിയതൊന്നും വിടും വിചാരിച്ചിരിക്കണ്ട, ഒന്നും വിടില്ല. ഈ 3 അക്ഷരം ജനങ്ങൾ തന്നാ. അതിന് ആ പൂതി വെച്ച് ആരും നിൽക്കണ്ട. മരിച്ച് വീണ വരെ ഈ 1.25 കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ MLA ആവും. അല്ല, അതിൻ്റെ അടിയിൽ പറഞ്ഞ സംബന്ധിച്ച ഓക്കെ. അപ്പം MLA രാജിവെക്കും എന്ന് വെച്ചിട്ട് ആരും
ആ പൊളി CPM നിയമസഭാ കക്ഷിയിൽ നിന്ന് PV അൻവറിനെ മാറ്റി നിർത്തും. അൻവറുമായി സഹകരിക്കാൻ കഴിയാത്ത സാഹചര്യം എന്നാണ് വിലയിരുത്തൽ. ഒക്ടോബർ 3 ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമെടുക്കും. അൻവറിനെ തള്ളി CPM. അൻവറിനെതിരെ നടപടിക്കാലോചന. പാർട്ടി നിലപാട് വ്യക്തമാക്കുമെന്നും പാർട്ടി ഇനിയും പിന്തുണയ്ക്കില്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. അതിന്റെ വിവരങ്ങളൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. ഇന്നലെ പറഞ്ഞതിന്റെ അതേ ഭാഗമാണ് ഇന്നും വിശദീകരിക്കാനുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരായി വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറയുന്നതിനോടൊപ്പം ചേർന്ന് പാർട്ടി വിരുദ്ധ ഗവൺമെന്റ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സമീപനം ആവർത്തിക്കരുത് എന്ന് ഇന്നലെ പറഞ്ഞതാണ്. അത് സംബന്ധിച്ച് പാർട്ടി വ്യക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറയേണ്ടതായി വരും. പാർട്ടി സെക്രട്ടറി നിസ്സാവസ്ഥയിലാണ്. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു. ഇതൊരു ഗുരുതരമായ ആരോപണമല്ല. ഒരു ഗുരുതരമില്ല, ഒരു ഗുരുതരമായ ആരോപണവുമില്ല. ആരോപണം ഇല്ലാത്തതാണ് പ്രശ്നം. ആഭ്യന്തരം ഭരിക്കാൻ യോഗ്യനല്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രതിപക്ഷം പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ രാജിവെക്കണം എന്നുള്ള സമരവും നടത്തുന്നുണ്ട്. അതുകൊണ്ടെന്താ? പക്ഷേ ഇത് അതുകൊണ്ട് ഭരണപക്ഷത്തെ MLA ആണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് അതിന് അനുവദിക്കരുത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ വീണ്ടും അത് അതേ രീതിയിൽ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആലോചിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു. PV അൻവറിന്റെ ആരോപണങ്ങളോട് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അൻവറിന്റെ വാർത്താ സമ്മേളനം കേട്ടില്ലെന്നും സംഭവങ്ങൾ മനസ്സിലാക്കിയ ശേഷം പ്രതികരിക്കാമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. UDFന്റെ ആദ്യ പ്രതികരണവുമായി K മുരളീധരൻ. അൻവറിന് മുന്നിൽ UDF വാതിൽ പൂർണ്ണമായി അടച്ചിട്ടില്ല. PV അൻവർ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ്. അപ്പോഴും അൻവറിന്റെ പ്രവേശനത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുന്നണി ഒരുമിച്ച് കൂടി ആലോചിച്ചാണ്. ആദ്യം അൻവറിന്റെ തീരുമാനം വരട്ടെ, എന്നിട്ട് മുന്നണി ആലോചിക്കുമെന്നും K മുരളീധരൻ പറഞ്ഞു. ന്യൂസ് 18 Q18 K മുരളീധരന്റെ പ്രതികരണം. അൻവർ ഈ രീതിയിൽ അൻവറിനെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞൊരു സാഹചര്യം ഉള്ളപ്പോൾ അൻവർ UDFിലേക്കുള്ള ആ ഒരു എൻട്രി അങ്ങനെ കരുതുന്നു? അതിനെക്കുറിച്ച് ഞങ്ങളിപ്പോൾ ആ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. കാരണം അൻവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി ഏറ്റവും മോശമായിട്ട് വിമർശിച്ച ഒരാളാണ്. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷേ അൻവറിനെ പോലെ ഒരാളത് ചെയ്യാൻ പാടില്ല. അത് ജനപ്രതിനിധിയാണ്. വിമർശിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ കോൺഗ്രസ്സിന് പുറത്തുള്ളവർ കോൺഗ്രസ്സിനെയും വിമർശിക്കും, അത് സാധാരണയാണ്. പക്ഷേ ഒരു നേതാവിൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രചാരണം നടത്തി. അതിന് മുഖ്യമന്ത്രി അതിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള ചില വികാരങ്ങൾ പാർട്ടിക്കകത്തുണ്ട്. ഏതായാലും അൻവറിൻ്റെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ. അതിനുശേഷം കോൺഗ്രസ് പാർട്ടി ആലോചിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ പാർട്ടി ആലോചിക്കാം. പക്ഷേ UDFുമായിട്ടും കൂടെ ആലോചിക്കണം. പക്ഷെ പരിപൂർണമായിട്ട് ക്ലോസ്ഡ് എന്ന് പറയാം എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഭാവിയിൽ അൻവറിൻ്റെ തീരുമാനത്തിന് ശേഷം ആലോചിക്കേണ്ട ഒരു ഘടകമാണ്. PV അൻവർ വിഷയം LDFിലെ ആഭ്യന്തര കലഹമാണെന്നും മുഖ്യമന്ത്രി ആരുടെ കൂടെയാണെന്നത് വളരെ വ്യക്തമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി മറുപടി നൽകുന്നത് അൻവറിനെ മുന്നിൽ നിർത്തുന്നവർക്കാണ്. അൻവറിനെ സ്വാഗതം ചെയ്യുന്ന കാര്യം UDF ചർച്ച ചെയ്തിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു. അല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല, നമ്മൾ സംസാരിച്ചിട്ടില്ല. കോൺഗ്രസ് പാർട്ടിക്കകത്തോ UDFിലോ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ അവരുടെ പാർട്ടാണ്. അദ്ദേഹം കൊടുത്ത പരാതിയുടെ പകുതിക്കാരെ അന്വേഷിക്കണ്ടല്ലോ. പകുതിക്കാരെ അന്വേഷിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. മുഖ്യമന്ത്രി ഇരട്ടത്താപ്പാണ് ഇക്കാര്യത്തിലെല്ലാം ചെയ്തിരിക്കുന്നത്. ആദ്യത്തിനെല്ലാം 20 ദിവസം അദ്ദേഹം നിരന്തരമായി പത്രസമ്മേളനം നടത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹത്തിന് ഒരു താക്കീത് കൊടുത്ത്. താക്കീതല്ല, അഭ്യർത്ഥനയാണ് കൊടുത്തത്. താക്കീതൊന്നുമല്ല, അഭ്യർത്ഥന കൊടുത്തത്. അതിനുശേഷം അദ്ദേഹം പത്രസമ്മേളനം നടത്തി. അത് അവർ അതിൻ്റെ അകത്തെടുക്കേണ്ട ആഭ്യന്തരപരമായ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഞങ്ങൾക്കല്ലല്ലോ മറുപടി പറഞ്ഞത് പത്രസമ്മേളനത്തിൽ. ഭരണകക്ഷി MLAയെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിനെതിരായിട്ടൊരു മൂവ്മെന്റ് ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പാർട്ടിയിൽ. അവർക്കാണ് അദ്ദേഹം മറുപടി കൊടുത്തത്, ഞങ്ങൾക്കല്ല. മലപ്പുറത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ലീഗ് ആരെയും കാത്തിരിക്കുന്നില്ല. ഇടതുമുന്നണിയുടെ അപജയമാണ് കാണുന്നത്. ആരോടും മാറേണ്ട എന്നും പറയുന്നില്ല. അൻവർ ലീഗിലേക്ക് വരുന്നത് ആലോചിച്ചിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.
ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ അവരുടെ മുന്നണിയുടെയും ഗവൺമെൻറ്റിൻ്റെയും വലിയ അപജയമാണ് ഇത് കാണിക്കുന്നത്. കൂടുതൽ ഭരണകക്ഷി നേതാക്കന്മാർ രംഗത്ത് വന്ന് അച്ചടക്കം ലംഘിക്കാനും അതുപോലെ തന്നെ പറയാനും ഒന്നും മടിക്കുന്നില്ല എന്നുള്ളത് ആ മുന്നണിയുടെ ബലഹീനതയും അപജയവും തന്നെയാണ്. ഒരു സംശയം ആ കാര്യം. അതിൻ്റെ അർത്ഥം അടുത്തത് UDF ആണ് എന്നുള്ളത് തന്നെയാണ്. ഞങ്ങളിപ്പോൾ ആളുകളെ കാത്തിരിക്കൊന്നുമല്ല. ഞങ്ങളിപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ UDF അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഇവിടെ തൂത്തുവാരും ഈ വരാൻ പോകുന്ന ബൈ ഇലക്ഷനുകളും വലിയ ജയം ഉണ്ടാക്കും. ഈ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നത് കാണുമ്പോൾ എല്ലാവർക്കും മാറാൻ തോന്നുകയാണ്. അതാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. ആരോടും മാറണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ ആരൊക്കെ കൊണ്ടുവരണം എന്ന് വരി എവിടെയൊക്കെ അതൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായ പൊന്നാനി ബലാത്സംഗ കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം. FIR രജിസ്റ്റർ ചെയ്യാൻ വൈകിയ നടപടി ചോദ്യം ചെയ്ത് അതിജീവിത നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ജസ്റ്റിസ് A. ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. പൊന്നാനി CI ആയിരുന്ന വിനോദ്, DYSP ബെന്നി, മലപ്പുറം മുൻ SP സുജിത് ദാസ് എന്നിവരാണ് കേസിലെ ആരോപണ വിധേയർ. ഇവരെ പ്രതിയാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത പോലീസിനെ സമീപിച്ചുവെങ്കിലും ഇതുവരെ മലപ്പുറം പോലീസ് നടപടിയെടുത്തിട്ടില്ല. പിന്നാലെ അതിജീവിത പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ശിരൂരിൽ നിന്നും കണ്ണീർ കാഴ്ച. പുഴയിൽ നിന്ന് കരയ്ക്കെത്തിച്ച ലോറിയിൽ നിന്ന് അർജുന്റെ മൊബൈൽ ഫോണും മകനായി വാങ്ങിയ കളിപ്പാട്ടവും ലഭിച്ചു. കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങളും ലോറിയിൽ നിന്ന് ലഭിച്ചു. മൃതദേഹം അർജുന്റേതെന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന തുടരുകയാണ്. മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. ഗംഗാവലിയിൽ കാണാതായ മറ്റ് 2 പേർക്കായുള്ള തെരച്ചിൽ തുടരും. KV ബൈജുവിന്റെ റിപ്പോർട്ടിലേക്ക്. DNA പരിശോധനാ ഫലം വരുന്നതിനനുസരിച്ചായിരിക്കും ആ യാത്ര അത് സംബന്ധിച്ച തീരുമാനമുണ്ടാവുക. എന്തായാലും നാളെ ഉച്ചയോടുകൂടി DNA പരിശോധനാ ഫലം വരും. അതുകൊണ്ട് തന്നെ നാളെ വൈകിട്ടോടുകൂടി തിരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ജില്ലാ ഭരണകൂടമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. എന്തായാലും നാളെ വൈകിട്ടോടുകൂടി തന്നെ ഇത്തരത്തിൽ യാത്ര തുടരാനാണ് തീരുമാനം. അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ രാവിലെയോടുകൂടി ഇത്തരത്തിൽ എത്താനാണ് ശ്രമിക്കുന്നത്. എന്തായാലും കർണാടക സർക്കാരിൻ്റെ ഔദ്യോഗികമായ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. അതായത് ഈ ചെലവ് മുഴുവൻ വഹിക്കുക കർണാടക സർക്കാരായിരിക്കും. ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കർണാടക സർക്കാർ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം ഇതിനെ ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് പോലീസും ഉണ്ടാവും, കർണാടക പോലീസും ഉണ്ടാകും. എന്തായാലും SP ഉൾപ്പെടെ കാർവാർ MLA ഉൾപ്പെടെ ഈ ആംബുലൻസ് അനുഗമിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വീട്ടിലേക്ക് ഇത്തരത്തിൽ SP ഉൾപ്പെടെയുള്ളവർ എത്തും. ഏതായാലും നാളത്തെ ഈ ഫലം അതനുസരിച്ചായിരിക്കും ഈ യാത്ര സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. ഒരു പക്ഷേ നാളെ രാവിലെ തന്നെ ഇത്തരത്തിൽ ഫലം ലഭിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പകൽ തന്നെ യാത്രയുണ്ടാകും. എന്നാലും മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം കാർവാർ ജനറൽ ആശുപത്രിയിലാണുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഫലം വന്നു കഴിഞ്ഞാൽ DNA പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ പുറപ്പെടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാലും വീട്ടിലും അത് സംബന്ധിച്ച് എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെയാണ് ആ അർജുൻ്റെ ലോറി പുറത്തേക്ക് എടുത്തത്. അതിലെ ക്യാബിൻ പൊളിച്ച് അതിനകത്തുണ്ടായ എല്ലാ വസ്തുക്കളും, അർജുൻ ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും പുറത്തെടുത്തു. അതിലേറ്റവും പ്രധാനം ആ അർജുൻ്റെ ഒരു കളിപ്പാട്ടമായിരുന്നു. ആ കളിപ്പാട്ടം ഇന്ന് ആ ലോറിക്കകത്ത് നിന്നും ലഭിച്ചു. അതോടൊപ്പം അർജുൻ ഉപയോഗിച്ചിരുന്ന 2 മൊബൈൽ ഫോണുകളും ഒപ്പം അർജുൻ്റെ ഒരു അസ്ഥിയും ഇന്ന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും അർജുനെ ചേർത്ത് വെച്ച് ആ അർജുൻ്റെ എല്ലാ ഓർമ്മകളും ആ ലോറി ചേർത്ത് വെക്കുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ ഏതായാലും കാര്യങ്ങൾ. എന്തായാലും ആ വസ്തുക്കളൊക്കെ വീട്ടുകാർ ശേഖരിച്ചിട്ടുണ്ട്. അത് അർജുൻ്റെ ഓർമ്മയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ആ കളിപ്പാട്ടം നമ്മൾ കഴിഞ്ഞ മാസം തുടക്കത്തിൽ റിപ്പോർട്ട് ചെയ്ത ആ കളിപ്പാട്ടം, തൻ്റെ 2.5 വയസ്സുള്ള മകനായി സൂക്ഷിച്ച ആ കളിപ്പാട്ടം, അത് ഒരു കേടുപാടും സംഭവിക്കാത്ത രീതിയിൽ ഇത്തരത്തിൽ ഈ ലോറിക്കകത്ത് നിന്നും ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ആ കളിപ്പാട്ടം ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്, കുടുംബം ശേഖരിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഒരു RC ബുക്കും കിട്ടിയിട്ടുണ്ട്. വാഹനം പൂർണ്ണമായും അതിൻ്റെ ക്യാബിൻ തകർത്താണ് ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ പുറത്തെടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഏറെ മണിക്കൂറുകളിലെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ലോറി പൂർണ്ണമായും കരക്കെത്തിക്കാൻ കഴിഞ്ഞത്. എന്തായാലും ആ ഗംഗാവലി
ഗംഗാബലിപ്പുഴ ആ ഗംഗാബലിപ്പുഴയുമായി അർജുന എല്ലാ ബന്ധങ്ങളും പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. ആ ലോറി ഉൾപ്പെടെയുള്ള വസ്തുക്കളെല്ലാം പുറത്തെത്തിക്കഴിഞ്ഞു. ഇനി നാട്ടിലേക്കുള്ള മടക്കയാത്രയാണ്. ചിരൂരിനോട് ഏതായാലും മണിക്കൂറുകൾക്കകം അർജുൻ്റെ ഒപ്പം ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ആൾക്കാരും ഒക്കെ പുറപ്പെടും. എന്തായാലും നാളെ ഉച്ചയോട് കൂടി തന്നെ പോകാനുള്ളൊരു തയ്യാറെടുപ്പുമുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണം കാരണം ഈ DNA പരിശോധനാ ഫലം വരുന്നതിനനുസരിച്ചായിരിക്കും യാത്ര. അത് സംബന്ധിച്ച തീരുമാനം ഔദ്യോഗികമായി തന്നെ ഉണ്ടാകും. നാളെ വൈകിട്ടോടു കൂടി ആണ് ആലോചിക്കുന്നതെങ്കിലും ഏത് സമയത്താണോ DNA പരിശോധനാ ഫലം വരുന്നത് അപ്പോൾ തന്നെ ഈ യാത്രയ്ക്കുള്ള എല്ലാവർക്കും ആ സമയം സംബന്ധിച്ച തീരുമാനം ഉണ്ടാകും. എന്തായാലും വലിയ തോതിൽ ഓരോ കഴിഞ്ഞ 2 മാസത്തിലേറെയായി ഉണ്ടായ അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരവും ഒപ്പം അർജുൻ ഈ ശിരൂരോട് യാത്ര പറയുന്ന ആ ഒരു ഘട്ടവും വന്നിരിക്കുന്നു. എന്തായാലും ഈ അർജുനെ ഓരോ ഭാഗത്തും ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആംബുലൻസ് അത് കടന്നു പോകുന്ന വഴികളൊക്കെ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ അത് സ്വീകരിക്കാനും അത് അവസാനമായി ഒന്ന് കാണാനും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാകുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ലോറി ഓണേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ തലപ്പാടി മുതൽ നമ്മുടെ വീട് വരെ അത്തരത്തിൽ ആളുകൾ ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു വൈകാരികമായ ഒരു യാത്ര അർജുൻ്റെ വാഹനമുണ്ടാകും. അത് നാളെ ഉച്ചയ്ക്കോ അതല്ലെങ്കിൽ വൈകിട്ടോടുകൂടി ശിരൂരിൽ നിന്നും പുറപ്പെടും. KV ബൈജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.